ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇടതുമുന്നണി പ്രകടന പത്രിക. തെരുവ് നായ ശല്യം പരിഹരിക്കാൻ പ്രത്യേക ഷെൽട്ടറുകൾ തുടങ്ങുമെന്നും പ്രഖ്യാപനം. വിവിധ മേഖലകൾക്കായി വിപുലമായ കർമ്മ പദ്ധതികൾ അടങ്ങിയ പ്രകടന പത്രിക ഇടതുമുന്നണി പുറത്തിറക്കി. രണ്ടാം പിണറായി സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനത്തിന്റെ ചുവടുപിടിച്ചാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള LDF പ്രകടന പത്രിക. കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് പ്രധാന വാഗ്ദാനം. ലൈഫ് മിഷനിൽ ഉൾപ്പെടാത്ത ഭവനരഹിതർക്ക് 5 വർഷത്തിനുള്ളിൽ വീടുകൾ നൽകും. തീരദേശത്തെ പുനർഗേഹം പദ്ധതി പൂർത്തീകരിക്കും. കൂടുതൽ ജനകീയ ഭക്ഷണശാലകൾ ആരംഭിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരുവുനായ്ക്കളെ കൂട്ടായി പാർപ്പിക്കുന്നതിന് പ്രത്യേക ഷട്ടറുകൾ തുറക്കും. 20 ലക്ഷം സ്ത്രീകൾക്ക് 5 വർഷം കൊണ്ട് തൊഴിൽ നൽകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സാധാരണ ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ, സ്ത്രീകൾ, കുട്ടികൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഭരണ നടപടികളാണ് തുടർന്നത്. ഇതിനുള്ള അംഗീകാരം എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ വിജയം കൈവരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയും. വയോജന സൗഹൃദ കേരളം, പട്ടികജാതി പട്ടികവർഗ വികസനം എന്നിവയും പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളാണ്. സ്കൂളുകളിൽ മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലാക്കാൻ വിപുലമായ പഠന പിന്തുണാ പ്രസ്ഥാനം സൃഷ്ടിക്കും. തൊഴിൽ തീര പദ്ധതിയിൽപ്പെടുത്തി ഒരു വീട്ടിൽ ഒരാൾക്ക് തൊഴിൽ ഉറപ്പാക്കും. എല്ലാവർക്കും കുടിവെള്ളം, പ്രാദേശിക റോഡുകളുടെ നവീകരണം തുടങ്ങിയവയും പ്രകടന പത്രികയിലുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിരോധ പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കും. മാനവീയം വീഥി പോലുള്ള പൊതുയിടങ്ങൾ ജൻസി വിഭാഗത്തിന് സജ്ജീകരിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു കളിക്കടം, പൊതുവ്യായാമ സൗകര്യങ്ങൾ തുടങ്ങി വിവിധ മേഖലകൾക്കായി വിപുലമായ കർമ്മപദ്ധതികളാണ് പ്രകടന പത്രിക മുന്നോട്ട് വെക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.